മിനിമം +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും വേണ്ടി പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഉടനടി ക്ഷണിക്കാൻ പോകുന്നുണ്ട്. ഇതിലെ ഹെഡ് കോൺസ്റ്റബിൾ, മിനിസ്റ്റീരിയൽ അതുപോലെ ASI പോസ്റ്റുകളാണ് വരുന്നത്. +2 മാത്രം മതി അപ്ലൈ ചെയ്യാനായിട്ട്. ഇതിൽ BSF ഉണ്ട്, CRPF ഉണ്ട്, CISF ഉണ്ട്, അതുപോലെ തന്നെ ആസാം റൈഫിൾസ് ഉണ്ട്, ITBP തുടങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള നോട്ടിഫിക്കേഷനും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ വരാൻ പോകുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം. മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു ഷോർട്ട് നോട്ടീസ് കൂടി ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നിട്ടുള്ള തസ്തികയുടെ അപ്ഡേറ്റ് ആണ് നിലവിൽ വന്നിട്ടുള്ളത്. ഇതുപോലെ ഷോർട്ട് നോട്ടീസ് റിലീസ് ചെയ്യുന്ന കാര്യം നമ്മൾ റിക്രൂട്ട്മെന്റ് വരുന്നതിന് ഏകദേശം ഒരാഴ്ചകൾക്ക് മുൻപോ അല്ലെങ്കിൽ 4-5 ദിവസങ്ങൾക്ക് മുൻപോ നോർമലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ഷോർട്ട് നോട്ടീസാണ് നിലവിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഷോർട്ട് അഡ്വർടൈസ്മെന്റ് ഫോർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഓഫ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സ്റ്റെനോഗ്രാഫർ പോസ്റ്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഹെഡ് കോൺസ്റ്റബിൾ, മിനിസ്റ്റീരിയലും വന്നിട്ടുണ്ട്. അതുപോലെ ഇൻ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് CAPF-ലേക്കാണ് ക്ഷണിച്ചിട്ടുള്ളത്. അതിൻ്റെ വാറന്റ് ഓഫീസർ അത് വന്നിട്ടുള്ളത്. വാറന്റ് ഓഫീസറും അതുപോലെ തന്നെ അതിൻ്റെ ഹവിൽദാർ പോസ്റ്റും ഇൻ ആസാം റൈഫിൾസിലേക്കും ഈ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് ക്ഷണിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടില്ല, ഉടനടി തുടങ്ങാൻ പോകുന്നതാണ്. മിനിമം +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം, വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. 9/6/2024 ഇതിൻ്റെ അപേക്ഷകൾ തുടങ്ങാൻ പോകുന്നത്. ഏകദേശം നിങ്ങൾക്ക് 8/7/2024 വരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ഓളിലായി എനേബിൾ ചെയ്ത് വെക്കുക. ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയാൽ തീർച്ചയായിട്ടും കൃത്യസമയത്ത് തന്നെ നിങ്ങളിലേക്ക് വീഡിയോ ചെയ്ത് എത്തിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറിലേക്ക് സ്റ്റെനോഗ്രാഫർ ഉണ്ട്, അതുപോലെ തന്നെ കോമ്പാൻഡന്റ് സ്റ്റെനോഗ്രാഫർ തസ്തിക ഇവിടെ വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ വാറന്റ് ഓഫീസർ പോസ്റ്റും ഇവിടെ വന്നിട്ടുണ്ട്. പേഴ്സണൽ അസിസ്റ്റന്റ് അതിൻ്റെ വേക്കൻസിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഫോഴ്സ് CRPF, BSF, ITBP, CISF, SSB ഇവിടെ വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം. പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ ഇവിടെ സ്റ്റെനോഗ്രാഫറിന് അപേക്ഷിക്കാനായിട്ട് ASI പോസ്റ്റാണ്. അപ്പോൾ അതിന് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് +2 അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫിയിലുള്ള അറിവുമാണ്. അതുപോലെ ഹെഡ് കോൺസ്റ്റബിൾ അപേക്ഷിക്കാനായിട്ട് മിനിമം നിങ്ങൾക്ക് +2 മാത്രം മതി. ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്, പക്ഷെ അതിന് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, മിനിമം +2 മതി. അതിൽ കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിളും അതുപോലെ തന്നെ ഹവിൽദാർ പോസ്റ്റും ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അവിടെ CRPF, BSF, ITBP, CISF അതുപോലെ SSB പിന്നെ AR അതായത് ആസാം റൈഫിൾസ് ഉൾപ്പെടെയുള്ള പോസ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ ഉടനെ BSF-ന്റെ വെബ്സൈറ്റ് മുഖാന്തരം തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ഷോർട്ട് നോട്ടീസാണ്. ഇതിനകം ഒരുപാടധികം നോട്ടിഫിക്കേഷനാണ് BSF ക്ഷണിച്ചിട്ടുള്ളത്. നമ്മുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ നിരവധി പോസ്റ്റുകളാണ് ഇങ്ങനെ വരാനിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ട്രേഡ്സ്മാൻ്റെ അപ്ഡേറ്റുകൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഉടനെ പ്രതീക്ഷിക്കാം, കാരണം BSF 1 by 1 ആയിട്ട് ഇപ്പം നിലവിൽ എനിക്ക് തോന്നുന്നു 20-ൽ കൂടുതൽ തസ്തികകളാണ്, പോസ്റ്റുകളാണ് BSF-ന്റെ വെബ്സൈറ്റിൽ ആക്റ്റീവായിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും വീഡിയോ നമ്മൾ ചെയ്തതാണ്, നോട്ടിഫിക്കേഷൻ അല്ല. ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ, SI എന്നൊക്കെ പറഞ്ഞ് ഒരുപാടധികം പോസ്റ്റുകൾ ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ 20-ൽ കൂടുതൽ ശരാശരി ഇപ്പോൾ BSF-ന്റെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യാനുള്ള പോസ്റ്റുകൾ അവൈലബിൾ ആണ്. എനിവേ ഇതിൻ്റെ അപേക്ഷ 9/6/2024 തുടങ്ങും. കൃത്യസമയത്ത് തന്നെ നിങ്ങളിലേക്ക് വീഡിയോ ചെയ്ത് എത്തിക്കുന്നതായിരിക്കും. മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.